ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഡോക്ടർ ശരണ്യ രജീഷ്. വെൽക്കം ടു ഫോക്കസ് ട്രേഡ്. സോ ട്രേഡിംഗ് ഒക്കെ എങ്ങനെ പോണു? അടിപൊളിയായിട്ട് പോണല്ലേ? സോ പലരും ട്രേഡിംഗ് ഒക്കെ പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് റിയൽ അക്കൗണ്ടിൽ, അതായത് റിയൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൽ ഒരു ബ്രോക്കറിൽ രജിസ്റ്റർ ചെയ്യുക എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് ഒരു ബ്രോക്കറിൽ രജിസ്റ്റർ ചെയ്യുക, എക്സ്എൻഎസിലൊക്കെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ള വീഡിയോ ഓൾറെഡി ചെയ്തു. സോ പലരും എസ്പെഷ്യലി നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം ട്രേഡ് ചെയ്ത് ചെറിയ ചെറിയ പ്രോഫിറ്റുകളൊക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ നമുക്ക് അയച്ചു തരാറുണ്ട്. കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. സോ അവർ ചോദിക്കാറുണ്ട് ഇനി എങ്ങനെയാണ് വിഡ്രോവൽ കൊടുക്കുക എന്നുള്ളത്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സ്എൻഎസിൽ എങ്ങനെയാണ് വിഡ്രോവൽ ചെയ്യുക, നമ്മുടെ പ്രോഫിറ്റ്, നമ്മുടെ എമൗണ്ട് എങ്ങനെയാണ് വിഡ്രോവൽ ചെയ്യുക എന്നുള്ളതാണ്. സോ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. പലരും വന്ന് ചോദിക്കാറുണ്ട് നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ ടാക്സ് അടയ്ക്കണോ, ബ്രോക്കർക്ക് എന്തെങ്കിലും ചാർജസ് കൊടുക്കണോ എന്നൊക്കെ. ആക്ച്വലി നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഫോറക്സ് എന്ന് പറയുന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റാണ്. സോ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ബ്രോക്കറിൻ്റെ എല്ലാ ചാർജസും കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത്, അതിൽ കാണിക്കുന്നത് പറയുന്നത് കംപ്ലീറ്റ്ലി നമുക്കുള്ളതാണ്. പിന്നെ നമ്മളൊരു എക്സ്ട്രാ ചാർജസ് ഒന്നും കൊടുക്കണ്ട. അതായത് അതിന് വേണ്ടിയിട്ട് ഒരു ടാക്സ് അടയ്ക്കേണ്ട, ബ്രോക്കറിന് ചാർജ് അടയ്ക്കേണ്ട, ബാങ്കിലൊരു ചാർജ് അടയ്ക്കേണ്ട, ഒന്നും നമ്മൾ ചെയ്യണ്ട. നമ്മൾ വിഡ്രോ ചെയ്യുന്ന പ്രോഫിറ്റ് കംപ്ലീറ്റ്ലി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. സോ പല ബ്രോക്കേഴ്സും ഇനി നിങ്ങളോട് ടാക്സ് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചാർജസ് ചോദിക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും അതൊരു ഫേക്ക് ബ്രോക്കർ ആയിരിക്കും, ഒരിക്കലും ജെന്യുവിൻ ബ്രോക്കർ ആയിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറ് ബ്രോക്കറെ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ സെലക്ട് ചെയ്യണം എന്നുള്ളത്. സോ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് പോയി നോക്കാവുന്നതാണ്. സോ ഇനി എക്സ്എൻഎസിൽ എങ്ങനെയാണ് വിഡ്രോവൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. എക്സ്എൻഎസിൻ്റെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാം. എക്സ്എൻഎസിൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സൈഡിൽ വിഡ്രോവൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ഫോണിലാണെങ്കിലും സൈഡിൽ 3 ലൈനായിട്ട് ഉണ്ടാവും. അത് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിഡ്രോവൽ എന്നുള്ള ഓപ്ഷൻ കാണാം. സോ വിഡ്രോവൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ലാപ്പിൻ്റെ ആയതുകൊണ്ട് വലുതായിട്ട് കാണുന്നു. ഫോണിലാണെങ്കിൽ നേരെ താഴേക്കായിരിക്കും ഈ ഓപ്ഷൻസ് വരിക. അപ്പോൾ പലതരത്തിലുള്ള വിഡ്രോവൽ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത മെത്തേഡ് ഏതാണോ ആ മെത്തേഡ് നമുക്കിവിടെ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്തത് കാർഡ് വഴി ആയതുകൊണ്ട് എൻ്റെ കാർഡ് ഇവിടെ ഓൾറെഡി സേവ്ഡ് ആണ്. ഇപ്പോൾ ഇവിടെ കണ്ടു 2 കാർഡ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തതാണ്. ഇത് UAE റാക്ക് ബാങ്കിൻ്റെ ആണ്. സോ ഇതിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വേറെ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ഡെപ്പോസിഷൻ മാത്രമേ നമുക്ക് വിഡ്രോവലായിട്ട് കിട്ടുള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് ഇതിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് വിഡ്രോവൽ എടുക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യാത്ത നമുക്ക് എക്സ്ട്രാ വിഡ്രോവൽ എടുക്കാൻ പറ്റുന്ന കാർഡുകളുണ്ട്. എല്ലാം വിസ മാസ്റ്റർ കാർഡിലൊക്കെ പറ്റും, ചില ബാങ്കുകൾക്ക് ഇഷ്യൂ ഉള്ളൂ. അപ്പോൾ അല്ലാത്ത ബാങ്കിലേക്ക് നമുക്ക് വിഡ്രോവൽ കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ചെറിയൊരു $10 ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ കാർഡ് അവിടെ ഓൾറെഡി സേവ്ഡ് ആയി കിടക്കും. ആ കാർഡ് വഴി നമുക്ക് വിഡ്രോവൽ കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ഓൾറെഡി അവിടെ ഉണ്ട്. സോ കാർഡ് മെത്തേഡ് ആണെങ്കിൽ കാർഡ് അവിടെ ഓൾറെഡി സേവ്ഡ് ആയിരിക്കും. നമുക്ക് എത്രയാണോ വിഡ്രോവൽ ചെയ്യേണ്ട എമൗണ്ട് ജസ്റ്റ് ആ ഒരു എമൗണ്ട് നമ്മളവിടെ അടിച്ചു കൊടുക്കുക. നമ്മുടെ ക്യാപിറ്റലിന് എത്രയാണോ വിഡ്രോവൽ ചെയ്യേണ്ടത് ആ ഒരു എമൗണ്ട് നമ്മളവിടെ അടിച്ചു. അപ്പോൾ ഇതിൽ മിനിമം $3 തൊട്ട് $6,000 ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അടിച്ചു കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുത്താൽ മതി നമുക്കത് വരുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു $4 ആണെങ്കിൽ $4 കൊടുത്തു, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതിലേക്ക് വരും. ഒന്ന് കൺഫേം കൊടുത്താൽ മതി. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോഡ്, അതായത് നമുക്ക് ടെക്സ്റ്റ് കോഡ് കൊടുത്താൽ നമുക്ക് OTP ആയിട്ട് വരും. അതല്ലെങ്കിൽ പുഷ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. ടെക്സ്റ്റ് കോഡാണ് ഞാൻ കൊടുക്കൽ. ടെക്സ്റ്റ് കോഡ് കൊടുത്താൽ നമ്മുടെ നമ്പറിലേക്ക് OTP ആയിട്ട് വരും. ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ വിഡ്രോവൽ കിട്ടും. ഓക്കെ, എനിക്കിപ്പോൾ ഇവിടെ OTP വന്നിട്ടുണ്ട്. 630281 എന്നുള്ളൊരു OTP വന്നിട്ടുണ്ട്. ഈ OTP കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അത് കൺഫേമായി എൻ്റെ അക്കൗണ്ടിലേക്ക് ഇനി ആ ഒരു എമൗണ്ട് വന്നോളും. ഇനിയിപ്പോൾ നമുക്കല്ല, നിങ്ങൾ എന്ത് മെത്തേഡ്, ഇപ്പോൾ നിങ്ങൾ UPI വഴി ചെയ്താലും, അത് ഞാൻ കാണിച്ചു തരാം, UPI വഴി ചെയ്താലും ആ ഒരു UPIയുടെ മെത്തേഡ് ഇവിടെ വെരിഫൈഡ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത മെത്തേഡ്, അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിങ് ആണെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ബാങ്കും ഡീറ്റെയിൽസൊക്കെ ആയിട്ട് ഇവിടെ ഓൺലൈൻ മെത്തേഡ് വെരിഫൈഡ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടാവും. നമ്മളത് ജസ്റ്റ് പ്രസ് ചെയ്ത് നമുക്ക് വേണ്ട എമൗണ്ട് അടിച്ചു കൊടുത്തിട്ട് വിഡ്രോവൽ കൊടുത്താൽ മതി. ഇൻ കേസ് നമ്മൾ കൊടുക്കുന്നതിന് എന്തെങ്കിലും ഇഷ്യൂ വരുന്നില്ലെങ്കിൽ നമുക്ക് മറ്റ് മെത്തേഡുകൾ സ്വീകരിക്കാം. അതിന് നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ മറ്റ് മെത്തേഡുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് USDT ആയിട്ട് വാങ്ങാം. അതല്ലെങ്കിൽ നമുക്ക് സ്ക്രില്ല് വഴി എടുക്കാം. സ്ക്രില്ല് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് എമൗണ്ട് എടുക്കാം. അവിടെ നിന്ന് നമ്മുടെ ബാങ്കിലേക്ക് ആക്കാം. തേർഡ് പാർട്ടി ആപ്ലിക്കേഷനാണ്. ചെറിയ ചാർജസ് അവർ പിടിക്കുന്നുള്ളൂ. അതല്ലെങ്കിൽ USDT
വഴി എടുക്കുന്നവരാണെങ്കിൽ USDT വഴി എടുക്കാം. ഇതല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഇത് ട്രാൻസ്ഫറാണ്, നമ്മുടെ അക്കൗണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വേറൊരാൾക്കും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇട്ട് കൊടുക്കാം, അങ്ങനത്തെ ഓപ്ഷനുണ്ട്. അപ്പോൾ ഇത് പിന്നെ ബിനാൻസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് നെറ്റല്ലർ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ബിറ്റ്കോയിൻ, BTC, ടെല്ലർ, ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. USDT ഒക്കെ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി, അതായത് ഡെപ്പോസിറ്റിലാണ് പലർക്കും ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടോ, ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് കാർഡ് ഉണ്ട്. അപ്പോൾ ബാങ്ക് കാർഡ് വഴി നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ കാർഡ് ഡെപ്പോസിറ്റ് കണ്ടോ, ഞാൻ ഈ കാർഡ് വഴിയാണ് ഡെപ്പോസിറ്റ് ചെയ്തത്, അതവിടെ ഓൾറെഡി വെരിഫൈഡ് ആയിട്ടുണ്ട്. ഈ കാർഡ് വഴി ഞാൻ ഒരു വട്ടം എങ്ങനെ ഡെപ്പോസിറ്റ് പിന്നെ ചെയ്തിട്ടില്ല, അപ്പോൾ ഇവിടെ വെരിഫിക്കേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് വെരിഫൈ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് വെരിഫൈ ചെയ്യാം. വെരിഫൈ ചെയ്ത ഫ്യൂച്ചർ ട്രാൻസാക്ഷനൊക്കെ നടത്താൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അതല്ലാതെ നമുക്ക് ബാങ്ക് കണ്ടോ, ബാങ്ക് കാർഡ്, അപ്പോൾ ഇതാണ് നമുക്ക് വേറെ ഏതെങ്കിലും കാർഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേ മെത്തേഡുകളുണ്ട്. അപ്പോൾ നമ്മൾ ഏത് മെത്തേഡാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതേ മെത്തേഡ് വഴി തന്നെ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ജസ്റ്റ് ഞാൻ വേറൊരു അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ വേറൊരു അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു അക്കൗണ്ടിൽ സൈൻ ഇൻ ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഈ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇത് യൂസ് ചെയ്യാതെ കിടക്കുന്ന ഒരു അക്കൗണ്ടാണ്. പക്ഷേ ഇതിലും ഡെപ്പോസിറ്റ്, അതായത് വിഡ്രോവൽ എടുക്കുമ്പോൾ ഇതിൽ കണ്ടോ, ഇതിലും കാർഡ് മെത്തേഡ് വെരിഫൈ ചെയ്ത് കിടക്കുന്നുണ്ട്. ഓൾറെഡി ഇട്ടത് ഏത് മെത്തേഡാണോ അത് തന്നെയാണ് ഇവിടെയും കിടക്കുന്നത്. അതല്ലാതെ ഇതിൽ കണ്ടോ, ഓൺലൈൻ ബാങ്കിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓൺലൈൻ ബാങ്കിങ് എടുക്കാം. ഓൺലൈൻ ബാങ്കിങ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ, അതായത് നമുക്ക് ഓൺലൈൻ ബാങ്കിൽ നിന്ന് എത്ര എമൗണ്ട് ആണോ വേണ്ടത്. ഇപ്പോൾ ഇതിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല, യൂസ് ചെയ്യാതാണ്, ജസ്റ്റ് ഒരു $20 അക്കൗണ്ടാണ്, മിനിമം 50 ആണ്, ഞാൻ $60 അടിക്കാം. $60 വേണം. ഓക്കെ, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈൻ ബാങ്കിങ് മെത്തേഡൊക്കെ ഓക്കെ ഇതാണെന്നൊക്കെ ഇത്ര എമൗണ്ട് വെച്ചിട്ടാണ് വരുന്നത്, അതെല്ലാം കാണിച്ചിട്ടുണ്ട്. ഇവിടെയും നമുക്ക് പറഞ്ഞതുപോലെ ടെക്സ്റ്റ് കോഡ് വരും. ഓക്കെ, എൻ്റെ ഫോണിലേക്ക് ടെക്സ്റ്റ് കോഡ് വന്നിട്ടുണ്ട്. സോ ഇത് കണ്ടോ, ഇത് പ്രോസസ്സിങ് കൊടുക്കുമ്പോൾ നമ്മുടെ ബാങ്ക് നെയിം, നമ്മുടെ IFSC, നമ്മുടെ അക്കൗണ്ട് നമ്പർ, നമ്മുടെ അക്കൗണ്ട് നെയിം, അപ്പോൾ നിങ്ങളുടെ ബാങ്ക് നെയിം. അപ്പോൾ ഇതിൽ എപ്പോഴും ഇതിപ്പോൾ ഞാനിതിൽ കാർഡ് ഡെപ്പോസിറ്റും അതുപോലെ UPI ഡെപ്പോസിറ്റും ഒക്കെയാണ് ചെയ്തത്. അപ്പോൾ UPI ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ചെയ്ത ബാങ്ക് തന്നെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു $10 എങ്ങാനും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കാം. പക്ഷെ ഇപ്പോൾ ഓൺലൈൻ ബാങ്ക് മെത്തേഡ് വഴി നമുക്ക് മിനിമം $300 സംതിങ് ഡെപ്പോസിറ്റ് ചെയ്യണം, എന്നാലാണ് ഇപ്പോൾ ഓൺലൈൻ ബാങ്ക് വർക്ക് ആവുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഏത് കാർഡിൽ നിന്നാണ്, ഏത് ബാങ്ക് റിലേറ്റഡ് കാർഡിൽ നിന്നാണ് കൊടുത്തത്, ഏത് UPIയിൽ ലിങ്ക് ചെയ്ത ബാങ്കിൽ നിന്നാണോ കൊടുത്തത് അതേ ബാങ്ക് നെയിം, IFSC, അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് നെയിം എല്ലാം കൊടുത്തിട്ട് വെരിഫൈ കൺഫേം ചെയ്യുക. അത് എല്ലാം കൊടുത്തിട്ട് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ബാങ്കിലേക്ക് എമൗണ്ട് വരും. ഇനി ആ ബാങ്കിലേക്ക് എമൗണ്ട് വന്നില്ല, അഥവാ നമ്മൾ കൊടുത്തത് വേറെ മെത്തേഡാണ്, ഡെപ്പോസിറ്റ് ചെയ്തത് വേറെ മെത്തേഡാണ്, ഇപ്പോൾ ഓൺലൈൻ ബാങ്ക് വഴിയാണ് ഡെപ്പോസിറ്റ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും വരും. പക്ഷേ വേറെ മെത്തേഡിൽ ചെയ്തെങ്കിൽ ആ മെത്തേഡ് വഴി തന്നെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കാർഡ് വഴി തന്നെ തിരിച്ച് ഡെപ്പോസിറ്റ് എടുക്കുന്നതാണ് നല്ലത്. പക്ഷേ എന്തെങ്കിലും ഇഷ്യൂ കാരണം അത് ഡെപ്പോസിറ്റ് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവരായിട്ടൊന്ന് ചാറ്റ് ചെയ്താൽ മതി. കാരണം ഈ മെത്തേഡ് വെരിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്താൽ അവർ ഓട്ടോമാറ്റിക്കലി വെരിഫൈ ആയിക്കോളും. കാരണം വെരിഫൈ ചെയ്യണമെങ്കിൽ, ഡെപ്പോസിറ്റ് എടുക്കണമെങ്കിൽ, ഡെപ്പോസിറ്റ് ഇതിപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്യാം. ഇതിലിപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ചില സമയത്ത് ഓൺലൈൻ ബാങ്കിൽ മിനിമം $350 പറയുന്നുണ്ട്. സോ ഓൺലൈൻ ബാങ്കിൽ നമുക്ക് $350 പറയുന്നുണ്ട്. അതുപോലെ ഓൾറെഡി UPI ചെയ്തത് കൊണ്ട് UPI വെരിഫൈഡ് ആണ്. സോ UPI മെത്തേഡ് വഴി നമുക്ക് ചെയ്യാം. നമ്മുടെ UPIയിലേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഗൂഗിൾ പേയിലേക്ക് നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും, അവിടെ നിന്ന് പേയ്മെൻറ്റ് ചെയ്താൽ മതി. പക്ഷേ ചില സമയത്ത് പലർക്കും ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട്, അതായത് അത് ഇന്ത്യക്കുള്ളിലേ ആ പ്രശ്നം വരുന്നുള്ളൂ. അതായത് ഒരുപാട് ലിമിറ്റേഷൻസ് വരുമ്പോഴാണ്
അവർക്ക് ഒരുപാട് UPIയിലേക്ക് ഒരുപാട് എമൗണ്ട് വരുമ്പോൾ UPI ഓട്ടോമാറ്റിക്കലി അത് ലിമിറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഏറ്റവും നല്ലത് ബാങ്ക് ഡെപ്പോസിറ്റാണ്, ഓൺലൈൻ ബാങ്കിങ് ഡെപ്പോസിറ്റാണ്. പക്ഷേ ഓൺലൈൻ ബാങ്കിങ്ങിൽ ലിമിറ്റേഷൻ ഉണ്ട്. അതായത് 350 ഉണ്ട്, അല്ലെങ്കിൽ UPI ID കണ്ടവർ എന്നെ റെക്കമെൻഡ് ചെയ്ത് $50 ലിമിറ്റ് UPI ID ഉണ്ട്. നിങ്ങൾ ഏത് മെത്തേഡാണോ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അതേ മെത്തേഡിൽ തന്നെ വിഡ്രോവൽ ചെയ്യുക. വിഡ്രോവൽ മാറ്റണമെന്നുണ്ടെങ്കിൽ, അതായത് വിഡ്രോവൽ ഇപ്പോൾ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത മെത്തേഡിൽ വിഡ്രോവൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അടുത്ത മെത്തേഡ് നിങ്ങൾക്ക് എടുക്കാം. അടുത്ത മെത്തേഡ് എടുത്തു കഴിഞ്ഞാൽ വരും മിക്കതും. അഥവാ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവരായിട്ടൊന്ന് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെത്തേഡ് അവർ വെരിഫൈ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് എമൗണ്ട് വരുന്നതായിരിക്കും. സോ ഇപ്പോൾ കണ്ടില്ലേ, എക്സലൻസിൽ ഇങ്ങനെയാണ് വിഡ്രോവൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾ വിഡ്രോ ചെയ്യുമ്പോൾ, അതായത് നിങ്ങൾ അക്കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക. അതായത് നിങ്ങളുടെ പ്രൂഫ്, അതുപോലെ തന്നെ നിങ്ങളുടെ റെസിഡൻഷ്യൽ പ്രൂഫ് എല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഏത് മെത്തേഡാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് പല മെത്തേഡ് ഉണ്ട്. കാർഡ് വഴി ഡെപ്പോസിറ്റ് ചെയ്യാം, ഓൺലൈൻ ബാങ്കിങ് ഉണ്ട്, UPI ഉണ്ട്. ഏത് മെത്തേഡിലാണോ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെ വിഡ്രോവലിന് കൊടുക്കുക. അതായത് ഒരു മെത്തേഡ് വഴി ഡെപ്പോസിറ്റ്, കാർഡ് വഴി ഡെപ്പോസിറ്റ് ചെയ്തിട്ട് UPI വഴി വിഡ്രോവൽ ചോദിക്കാതിരിക്കുക. സെയിം മെത്തേഡ് വഴി തന്നെ ഡെപ്പോസിറ്റും വിഡ്രോവലും കൊടുക്കുക. അല്ലെങ്കിൽ വെരിഫിക്കേഷൻ്റെ പ്രശ്നങ്ങൾ വന്നിട്ട് ചിലപ്പോൾ വിഡ്രോവൽ ഒന്ന് സ്റ്റക്കായി നിൽക്കും. അപ്പോൾ നിങ്ങൾക്കും ആകെ കൂടി ഒരു ടെൻഷനാവും, ഇത് കിട്ടില്ലേ എന്നുള്ളത്. സോ സെയിം മെത്തേഡ് വഴി തന്നെ ഡെപ്പോസിറ്റും വിഡ്രോവലിനും മാക്സിമം ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് മെത്തേഡ് മാറ്റണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അവരുടെ ടെക്നിക്കൽ ടീമുമായിട്ടൊന്ന് മെസ്സേജ് അയച്ച് അത് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം വിഡ്രോവലിൻ്റെ മെത്തേഡ് മാറ്റുക. പിന്നെ നിങ്ങൾ സെൻട്രലൈസ്ഡ് ബാങ്ക് തന്നെ യൂസ് ചെയ്യുക. ചെറിയ ലോക്കൽ ബാങ്കുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും വെരിഫിക്കേഷനുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ സെൻട്രലൈസ്ഡ് ബാങ്ക് തന്നെ എപ്പോഴും യൂസ് ചെയ്തിട്ട് വിഡ്രോവൽ ആൻഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും വരില്ല. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ വിട്ടുപോകുന്നത് കൊണ്ടാണ് പലപ്പോഴും എല്ലാവർക്കും ഡെപ്പോസിറ്റ് വിഡ്രോവൽ ഇഷ്യൂസ് വരുന്നത്. സോ അത് കറക്റ്റായി ശ്രദ്ധിച്ചാൽ മാത്രം മതി. സോ എന്തായാലും എല്ലാവരും ചോദിച്ച വീഡിയോ ആണ് എക്സലൻസിൽ എങ്ങനെയാണ് വിഡ്രോ ചെയ്യുക എന്നുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാവുന്നതാണ്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഐ എം ഡോക്ടർ ശരണ്യ രജീഷ്. ബൈ ബൈ.